കേരള രാജ്ഭവൻ ഇങ്ങനെ നിരന്തരം വിവാദങ്ങളിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് മനഃപൂർവ്വം വിവാദങ്ങളിൽ പെടുത്തുന്നതാണോ അതോ അത്തരത്തിലുള്ള വിവാദങ്ങളുടെ ഒരു നരേറ്റീവ്, ഒരു ആഖ്യാനം സൃഷ്ടിക്കപ്പെടുകയാണ്? ഏറ്റവും ഒടുവിൽ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഭാരതമാതാവിൻ്റെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിക്കാൻ, നിലവിളക്ക് കൊളുത്താനായിട്ട് ഒരു ചടങ്ങ് വെച്ചിരുന്നു. അതിൽ നിന്ന് കൃഷിമന്ത്രി പ്രസാദ് ഇറങ്ങിപ്പോയി. ഇത് RSSൻ്റെ പരിപാടിയാണ് എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. ഗവർണർ തന്നെ ഒരു RSSകാരനാണ്. എന്നിട്ടും ഇങ്ങനെ പ്രസാദ് വളരെ പെട്ടെന്ന് ഇങ്ങനെ പ്രതികരിച്ചത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷേ ഇത് ശരിക്കും കേരളത്തിനിത് ഭൂഷണമാണോ, ഈ പറയുന്ന ഇത്തരം വിവാദങ്ങൾ? കാത് കുത്തിയവൻ പോയപ്പോൾ കടുക്കനിട്ടവൻ വന്നു എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഏതാണ്ട് അതുപോലെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാന സർക്കാരുമായി നിരന്തരം പോരാട്ടത്തിലായിരുന്നു എന്ന പ്രതീതിയാണ് ജനിച്ചത്. അദ്ദേഹം പോയി രാജേന്ദ്ര അർലേക്കർ വന്നപ്പോൾ മുഖ്യമന്ത്രിയുമായും ഗവൺമെൻറ്റുമായും അടുത്തിടപെടുന്ന ഒരാൾ. അദ്ദേഹത്തിന് RSS ബാക്ക്ഗ്രൗണ്ട് ഒരു വിഷയമായില്ല. അതുകൊണ്ട് പുതിയൊരു തുടക്കം. അപ്പോൾ വലിയ ഉത്സാഹം, വലിയൊരു ആത്മവിശ്വാസം സർക്കാരിന് ഗവർണറുമായി ഇടപെട്ട് പോകാം. പക്ഷേ ഈ കടുക്കനിട്ടവനാണ് പുതിയ ഗവർണർ എന്ന് ഗവൺമെൻറ് പുതിയ രീതിയിൽ മനസ്സിലാക്കുന്നു. കാരണം കറകളഞ്ഞ RSS ഒരു ആക്ടിവിസ്റ്റായിരുന്ന ഒരു ഗവർണർക്ക് വ്യക്തമായ നിർദ്ദേശങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്. അദ്ദേഹത്തിൻ്റെതായ കൺവിക്ഷൻസും ഉണ്ടായേക്കാം. പക്ഷേ ഭരണത്തിൽ തടസ്സമുണ്ടാകാത്ത രീതിയിൽ ഒരുപക്ഷെ ദേശീയത ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ ഒരു ഭാഗമായി ഭാരതമാതാവ് എന്ന ഒരു സങ്കല്പം, ഒരു ചിഹ്നം, ഒരു ചിത്രം, അത് ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴും ഉണ്ടാകണമെന്ന് അർലേക്കർ നിഷ്കർഷിച്ചു. അതുകൊണ്ടാണല്ലോ ഈ ഗുരുമൂർത്തി പങ്കെടുത്ത സമ്മേളനത്തിലൊക്കെ ഭാരതമാതാവിൻ്റെ സാന്നിധ്യവും പുഷ്പാർച്ചനയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു RSSൻ്റെ ഒരു, കാരണം പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ അത് വിശദീകരിക്കാനായി രാജ്ഭവനിൽ എത്തി പ്രഭാഷണം നടത്തിയത് RSS സൈദ്ധാന്തികൻ ഗുരുമൂർത്തി ആണ്. അപ്പോൾ അതേക്കുറിച്ച് തന്നെ ഒരുപാട് പുരികങ്ങൾ ചുളിഞ്ഞതാണ്. അന്ന് ഉപയോഗിച്ച അതേ ചിത്രം തന്നെ വീണ്ടും ഇപ്പോൾ പരിസ്ഥിതി ദിനം, ജൂൺ 5 പരിസ്ഥിതി ദിനമാണ്. അന്ന് വൃക്ഷത്തൈകൾ നടുകയും വലിയ രീതിയിൽ പരിസ്ഥിതി സംബന്ധമായ അവയർനെസ് സൃഷ്ടിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ പരിസ്ഥിതി മന്ത്രി അല്ലെങ്കിൽ കൃഷിമന്ത്രി, പരിസ്ഥിതി ചുമതലയുള്ള കൃഷിമന്ത്രി P. പ്രസാദ് രാജ്ഭവനിൽ വെച്ച് നടക്കേണ്ട മീറ്റിങ്ങിലാണ് ഈ ചിത്രം വിവാദമായത്. തലേ ദിവസം തന്നെ എനിക്ക് തോന്നുന്നു ആ റിപ്പോർട്ട് ലഭിച്ചു. അതിൻ്റെ അരങ്ങ് നോക്കണമല്ലോ, രംഗം എന്താണെന്ന് നോക്കണമല്ലോ. നോക്കാനായി ഗവൺമെൻറ് പ്രതിനിധീകരിച്ച് പോയ ആളുകൾ കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് ആ ചിത്രം അവിടെ തന്നെ ഉണ്ട്. അത് പാടില്ല എന്ന് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും രാജ്ഭവനെ അറിയിക്കുകയും കർശനമായി രാജേന്ദ്ര അർലേക്കർ നിർദ്ദേശം കൊടുക്കുകയും ആ ചിത്രം അവിടെ ഇരിക്കും, ആ ചിത്രം വേണ്ട പോലെ ആദരിക്കപ്പെടേണ്ട ചിത്രമാണ്. ഇതെല്ലാം ഒരു വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് ആ മീറ്റിംഗ് അവിടെ നിന്ന് മാറ്റി സെക്രട്ടേറിയറ്റിലേക്ക് അത് മാറ്റുന്നത്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന ഏറ്റുമുട്ടലുകളുടെ ഒരു വലിയ പരമ്പരയുടെ തുടക്കമാണോ ഈ സംഭവം എന്ന് പല നിരീക്ഷകരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ഭാരതമാതാവ് എന്ന സങ്കല്പം ഒരു ചിത്രത്തിൻ്റെ രൂപത്തിൽ വരികയാണ്. അത് പലരും പല ചിത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ RSS ഉപയോഗിക്കുന്ന അതേ ചിത്രം, ഇന്ത്യയുടെ ഭൂപടം, ഒരു സിംഹം, അതിനെ സിംഹാരൂഢയായ ഭാരതമാതാവ്, ദേവി സങ്കല്പം, അവിടെ ധ്വജം, അത് ഭഗവത് ധ്വജമാണോ, അത് RSS ഉപയോഗിക്കുന്ന കൊടിയാണോ, അത് ആ ഫ്ലാഗിൻ്റെ നേച്ചർ. അപ്പോൾ ഇതെല്ലാം സാഫ്രോൺ ഫ്ലാഗാണ്, കുങ്കുമ നിറമുള്ള ഫ്ലാഗാണ്. ഇതെല്ലാം ചേർന്ന് സംസ്ഥാന സർക്കാരിനെ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകൾക്ക് വലിയ അലോസരമാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ഭാരതമാതാ കി ജയ് എന്ന അതൊരു ബാറ്റിൽ ക്രൈ ആണെന്ന് പറയാനാവില്ല, ദേശീയത മുറ്റി നിൽക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ സൈന്യം ഉപയോഗിച്ചിരുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനികൾ, കാരണം സ്വാതന്ത്ര്യ സമരം മൂർച്ഛിക്കുന്നതിന് മുൻപ് തന്നെ 1905 മുതൽ തന്നെ ഈ സങ്കല്പമുണ്ട്. അതെ. അപ്പം ടാഗോറിൻ്റെ, രവീന്ദ്രനാഥ ടാഗോറിൻ്റെ, അവനീന്ദ്രനാഥ് ടാഗോർ അനന്തരവൻ അവനീന്ദ്രനാഥ് ടാഗോർ സൃഷ്ടിച്ച ഒരു സങ്കല്പം അല്ലെങ്കിൽ ഒരു ചിത്രം. ആ ചിത്രത്തിന് പല രൂപഭാവങ്ങളുണ്ടായി, പല വകഭേദങ്ങളുണ്ടായി. അതിൽ RSS ഇപ്പോൾ ഉപയോഗിക്കുന്ന വകഭേദമാണ്
ഇപ്പോൾ ഗവർണറുടെ ഓഫീസിൽ ഉപയോഗിച്ചത് എന്നതാണ്. ആ ചിത്രത്തോടുള്ള വിയോജിപ്പല്ല, ഭാരതമാതാവ് എന്ന ആശയത്തോടുള്ള വിയോജിപ്പല്ല. ഒരുപക്ഷെ ഒരു രാജ്യത്തിന് നിലനിൽപ്പിന് വേണ്ടി ഈ മാതാസങ്കല്പം, ഇങ്ങനൊരു ഒരു ദേവിയില്ല. ഭാരതമാതാവ് എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു പുരാണങ്ങളിലോ ഇതിഹാസങ്ങളിലോ പിന്നെ ചരിത്രത്തിൽ ഒരിടത്തും അങ്ങനെ ഒരു ദേവീ പരാമർശം അവിടെ ഇല്ല. പക്ഷേ നമുക്ക് ദേവീ പരാമർശങ്ങളുണ്ട്. ചരിത്രത്തിൽ ഉടനീളം നമുക്ക് ദേവീ പരാമർശങ്ങൾ കാണാം. അത് ആയിരക്കണക്കിന് വർഷങ്ങൾ പല ഇടങ്ങളിൽ ഇന്ത്യ എന്ന ഇന്നത്തെ രാഷ്ട്രീയ ഭൂമികയുടെ പല പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് ചേരമണ്ണിൽ, അത് നമ്മുടെ കേരളമാണ്, ആ ചേരമണ്ണിൽ ദേവീ സങ്കല്പം ഉണ്ടായിരുന്നു. 9-ാം നൂറ്റാണ്ട് മുതൽ ദേവീ സങ്കല്പം ഉണ്ടായിരുന്നു. അതിനു മുൻപ് തന്നെ കൊറ്റവൈ എന്ന യുദ്ധ ദേവത സങ്കല്പമുണ്ടായിരുന്നു. ചേരന്മാരുടെ ആരാധനാമൂർത്തിയായിരുന്നു കൊറ്റവൈ. അപ്പോൾ കൊറ്റവൈ കാവുകളിൽ ആരാധന നടത്തി അതിനുശേഷമാണ് യുദ്ധം ചെയ്തിരുന്നത് ചേരന്മാർ. അപ്പോൾ ആ കൊറ്റവൈ എന്നത് പിന്നീട് ഈ ദേവീ സങ്കല്പം, പത്നി എന്ന ഒരു സങ്കല്പമുണ്ടായി. പത്നി, അതായത് ചിലപ്പധികാരവും മണിമേഖലയും ഒക്കെ അങ്ങനെയുള്ള കാവ്യങ്ങൾ വരച്ചു കാട്ടിയ അമ്മ സങ്കല്പം, ദേവീ സങ്കല്പം. അങ്ങനെയാണ് ഇവിടെ അമ്മൻ കോവിലുകൾ ഉണ്ടായത്. അങ്ങനെയാണ് ഇവിടെ ദേവി സങ്കല്പം ഉണ്ടായത്. അത് പല രൂപത്തിൽ, അവിടെ ബംഗാളിലൊക്കെ ദുർഗയും കാളിയും, അവിടെ ഇവിടെയൊക്കെ പല ദുർഗ, കാളി, ഈ കൊറ്റവൈ പല സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തെ എല്ലാം കൂടെ സ്വാംശീകരിച്ചുകൊണ്ട് ദേശീയതയുടെ ഒരു ചിഹ്നമായി ബംഗാളിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത, അത് ശരിക്കും സ്വാമി വിവേകാനന്ദന്റെ പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞു, ബാക്കി എല്ലാ ദേവതകളെയും നിങ്ങൾ ഉപേക്ഷിക്കൂ, ഒരൊറ്റ ദേവതയിൽ കേന്ദ്രീകരിക്കൂ, അത് ഭാരതമാതാവാകട്ടെ. അങ്ങനെയുള്ളൊരു ദേശം, ഇത് പലതായി ചിത്രം നിന്ന ഒരു പ്രദേശം, ഒരു സാംസ്കാരിക തനിമയുള്ള കോമണാലിറ്റീസ് തേടിയുള്ള യാത്രയിൽ എത്തി നിൽക്കുന്നത് മതത്തിന് അതീതമായി, ഹൈന്ദവ മതത്തിന് അതീതമായി എല്ലാ മതവിശ്വാസങ്ങളെയും എല്ലാ സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ഒരു സങ്കല്പം. അതുകൊണ്ട് ദേവി എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇപ്പം ഹൈന്ദവ ഇതര വിഭാഗങ്ങൾക്ക്, ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്ക് അങ്ങനെ ഒരു ദേവീ സങ്കല്പം, ഭാരതമാതാവ് ഒരു ദേവീ സങ്കല്പമല്ലല്ലോ, അവരുടെ ഈശ്വര സങ്കല്പത്തിന്, ഭഗവത് സങ്കല്പത്തിന് മറ്റൊരു രൂപമാണ്, ഒരു വിഗ്രഹത്തിൻ്റെ, ഒരു ചിത്രത്തിൻ്റെ രൂപം ഇല്ലാത്ത മതങ്ങൾ ഉൾപ്പെടെ ഉണ്ടല്ലോ. അതുകൊണ്ട് സ്വാഭാവികമായ ഒരു റിയാക്ഷൻ ഉണ്ടാകാം. പക്ഷേ ഇത് പ്യോർലി ദേശീയതയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അത് വിവാദത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഇനിയുള്ള പല ചടങ്ങുകളിലും പല ഇടങ്ങളിലും ഇതൊരു ഡിബേറ്റായി രൂപപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും പക്ഷേ സാർ, ഈ സത്യത്തിൽ ഈ വിവാദം നേരത്തെ പറഞ്ഞതുപോലെ ഗുരുമൂർത്തി അവിടെ വന്ന് സംസാരിച്ചു. അത് ഒരു സെലക്റ്റഡ് ഓഡിയൻസ് ആണ്. അതങ്ങനെ ഒരു എന്താ പറയുക, രാജ്ഭവൻ സംഘടിപ്പിച്ചെങ്കിലും അതൊരു സർക്കാർ പരിപാടിയായിട്ടല്ല അത് സംഘടിപ്പിച്ചത്. ഈ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ അടിസ്ഥാനത്തിൽ, പശ്ചാത്തലത്തിൽ സെലക്റ്റഡ് പേഴ്സൺസിനെ, നമ്മുടെ തിരുവനന്തപുരത്തുള്ള തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് ആൾക്കാരെ വിളിച്ച് ഈ വിഷയം സംസാരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും ഈ ഗവർണറുമായി ബന്ധപ്പെട്ട് നേരത്തെ സർവകലാശാലകളുടെയൊക്കെ വിവാദം നമ്മൾ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലം തൊട്ടേ ഇങ്ങനെ കേട്ടുവരികയാണ്. അതിപ്പോൾ ശരിക്കും ഇപ്പോൾ ഒന്നുകൂടെ ഒന്ന് മൂർച്ഛിച്ചിരിക്കുകയാണ്. ആ പശ്ചാത്തലത്തിൽ വേണം ഇതിനെയും കാണാൻ എന്ന് തോന്നുന്നു. അപ്പോൾ സംസ്ഥാന സർക്കാർ അറിഞ്ഞുകൊണ്ടൊരു യുദ്ധത്തിന് പോകുന്നതാണോ അതോ ആകസ്മികമായിട്ട് ഇത് സംഭവിക്കുന്നതാണോ? ഇത് രണ്ടും ചേർന്നുകൊണ്ടാണ്. അറിഞ്ഞുകൊണ്ട് എന്നത് ശരിയല്ല. കാരണം ഇങ്ങനൊരു ഭാരതമാതാ സങ്കല്പം, ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI, അപ്പോൾ CPIയുടെ മന്ത്രിയാണല്ലോ പി പ്രസാദ്, മുന്നണി സംവിധാനമാണ്. കമ്മ്യൂണിസ്റ്റുകൾക്ക് പൊതുവേ ഇങ്ങനെയുള്ള ഈശ്വര സങ്കല്പങ്ങളും ആ തരത്തിലുള്ള ദേശീയതയും മെറ്റീരിയൽ ആണ്. പക്ഷേ അതിൽ ഒരുപാട് പൊരുത്തപ്പെടലുകൾ ഇപ്പോൾ ആധുനിക കമ്മ്യൂണിസ്റ്റുകൾ ഒരുപാട് പൊരുത്തപ്പെടലുകൾ, വിധേയത്വം, അണികളുടെ പലരുടെ വിശ്വാസം, ഇപ്പോൾ ഒരു പാർലമെന്റ് ജനാധിപത്യം അനുശാസിക്കുന്ന ഒരുപാട് കോംപ്രമൈസസ് ഉണ്ട്. ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിധേയപ്പെട്ടു. പക്ഷേ ദേശീയതയുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വ്യത്യസ്തമായ ഒരു നിലപാടാണ് ഉള്ളത്. അതൊരു ഭാരതമാതാവിലൂടെ പ്രതിഫലിപ്പിക്കേണ്ട ഒന്നാണോ ദേശീയത? അപ്പോൾ ഇവിടെ അർലേക്കറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഗോവയിൽ നിന്ന് വരുന്ന ആളാണ്. അദ്ദേഹത്തിന് മറ്റൊരു കാഴ്ചപ്പാടാണ് ഉണ്ടാകുന്നത്. കേരളത്തിൽ പരമ്പരാഗതമായി ഈ ഭാരതമാതാ ഗവൺമെൻറ് ചടങ്ങുകളിലൊന്നും തന്നെ അങ്ങനെ ഒരു കാര്യം പതിവില്ല. അപ്പോൾ ആ പതിവ് തെറ്റിച്ചുകൊണ്ട് പുതിയൊരു പതിവ് തുടങ്ങുകയാണ്. അതിലുള്ള ഒരു വിയോജിപ്പ് ആദ്യം തന്നെ, അത് ഒരിക്കലും ഇത് അനുവദിച്ചു കഴിഞ്ഞാൽ അനുവദിച്ച ആ ചിത്രത്തിന് മുന്നിൽ വെച്ച് പരിസ്ഥിതി മന്ത്രി ഒരു സമ്മേളനത്തിൽ അധ്യക്ഷത പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് അദ്ദേഹത്തിന്റെ പാർട്ടിക്കുള്ളിലും പൊതുസമൂഹത്തിന് മുമ്പിലും മറ്റു ചില ചോദ്യങ്ങൾക്ക് നേരിടേണ്ടി വരും. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം കൂടിയാണ്. അത് മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന പല സമ്മേളനങ്ങൾ, രാജ്ഭവൻ കേന്ദ്രീകരിച്ച് വരാനിരിക്കുന്ന സമ്മേളനങ്ങളിൽ ഇനിയിപ്പോൾ ആ ചിത്രം അപ്പോൾ രണ്ടിൽ ആരെങ്കിലും ഒരാൾ അയയേണ്ടി വരും.
ഒന്നുകിൽ രാജേന്ദ്ര ആർലേക്കർ അയഞ്ഞ് ആ ചിത്രം അവിടുന്ന് മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ എല്ലാ ഗവൺമെൻറ് പരിപാടിയിലും ആ ചിത്രം ഉണ്ടാകും. ഒരു ഗവൺമെൻറ് പരിപാടിയും ആ രാജ്ഭവൻ്റെ നടുത്തളത്തിൽ നടക്കില്ല എന്ന് നിശ്ചയിക്കേണ്ടി വരും. അപ്പോൾ ആരാണ് ആദ്യം ബ്ലിങ്ക് ചെയ്യുന്നത്, ആരാണ് ആദ്യം വഴങ്ങുന്നത് എന്നതിലാണ് ഇപ്പോഴത്തെ ആശങ്ക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.